കണ്ടില്ലെങ്കിലും വെറുതെ കണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ. അതെ അതെ. ആ ലൈറ്റിനിങ്ങും എല്ലാം സൂപ്പറാണ്, എല്ലാം സൂപ്പർ. സാധാരണ ആൾക്കാർ പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ പുറം ലോകവുമായിട്ടുള്ള ബന്ധമാണ്. അകം ലോകവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ഉള്ള ഒരവസ്ഥയിലേക്ക് എങ്ങനെയാണ്? പുറത്തെ പ്രശ്നം നേരിട്ട് കാണുന്നതിന് പരിഹാരമില്ല, പിന്നെ അകത്തോട്ട് എങ്ങനെ നോക്കും? പുറത്ത് പ്രശ്നം നിൽക്കുകയാണ്. കമലാഷൻ എപ്പോൾ എന്നെ തട്ടിക്കളയും എന്നുള്ള ഭാഗത്ത് നോക്കിയിരിക്കുക. ശ്രദ്ധിച്ചിരുന്നില്ല കമലാഷൻ തട്ടിക്കളയും. അപ്പോൾ അകത്തോട്ട് എങ്ങനെ നോക്കും? പ്രശ്നം പുറത്താണ് നിൽക്കുന്നത്. അകത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ കമലാഷനായിട്ട് രമ്യതയിലാണ്. കമലാഷനായിട്ട് സൗഹാർദ്ദത്തിലായാലേ ഉള്ളിലോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. കമലാഷൻ എപ്പോഴും ത്രട്ടാ. കാരണം കമലാഷനെ ഞാൻ ഹിന്ദു എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇത് മുസ്ലിം എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇടവും വലവും നിൽക്കുക 2 കള്ളന്മാർ. എൻ്റെ ജീവിതം എന്ത് ചെയ്യും? ഞാൻ പാവപ്പെട്ട ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കും? പക്ഷേ ഇത് രണ്ടും മനുഷ്യനാണെന്നുള്ള ഭാഗം കട. ഇത് ഹിന്ദു അല്ല, ഇത് മുസ്ലിം അല്ല, ഞാൻ ക്രിസ്ത്യാനിയും അല്ല എന്നുള്ള ഭാവം വരുമ്പോൾ മനുഷ്യനായി. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇത് ഹിന്ദുവാണ്, ഇത് മുസ്ലിമാണ്. അപ്പോൾ പുറത്ത് ത്രട്ട് നിൽക്കുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇത് മുസ്ലിമാണ്, ഇത് ഹിന്ദുവാണ്. എങ്ങനെ ഉള്ളിലോട്ട് നോക്കും? പിന്നെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് സ്വന്തം അച്ഛനും അമ്മയും വളരെ വേണ്ടപ്പെട്ടവരാ, വളരെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റൂല. അപ്പം ഇത് ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അതെ ഹിന്ദുവിൻ്റെ കുടുംബത്തിൽ തന്നെയാണെങ്കിൽ അച്ഛനും അമ്മയും എൻ്റെ സ്വാതന്ത്ര്യം കെടുത്തുന്നു. അപ്പുറത്തും ഇപ്പുറത്തും മറ്റേത് ഹിന്ദു മുസ്ലിം ആണെങ്കിൽ ഇപ്പുറത്തെ അച്ഛനും ഇപ്പുറത്തെ അമ്മയും. കുട്ടികളുടെ അവസ്ഥയിൽ അപ്പുറത്തെ അച്ഛനും ഇപ്പുറത്തെ അമ്മയും നിന്നിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഇതുമായിട്ടുള്ള ഒരു ഇതാണ്, കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അവിടെ പിന്നെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു മുങ്ങിപ്പോകരുതേ, സൂക്ഷിക്കണേ, കരയിൽ നിൽക്കാവുള്ളൂ, ആഴം കൂടില്ല. മാനസ സരോവറാണ്. അതെ അതെ അതെ. ഗംഗാനദിന്ന് വെള്ളം കൊണ്ടുവന്ന് അല്ല, ഗംഗാ നദി ഇതാകാൻ കാരണം അന്നത്തെ വാട്ടർ സോഴ്സാണ്. അത്രേ ഉള്ളൂ. കുറച്ചങ്ങോട്ട് പോ. നീ പൊക്ക്. അതാ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഓണാക്ക്, ബാക്ക് ക്യാമറ ഇങ്ങനെ. ഇതിൻ്റെ ഇലങ്കവി പോസ്റ്റ് അവിടെ വരെ വന്ന് ഉണ്ട്, ഇങ്ങോട്ടുണ്ട്, ഇല്ല ഇങ്ങനെ ഉണ്ട്, പോകുന്നുണ്ട്. ട്രാൻസ്മിഷൻ എന്തേ നോക്കണം, ഏല് നോക്കി എല്ലാം ഒരു കല്ല് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഒരു കല്ലെടുത്തില്ല, ഇല്ല കല്ല്, സ്ക്വയർ കല്ല്. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. പൊതുവെ ആൾക്കാർക്ക് വരാത്തതിന്റെ കാരണം ഇതാണ്, പുറമേ ഉള്ള കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അവിടെ യൂണിറ്റ് സംഭവിക്കുമ്പോൾ അകത്തേക്കുള്ള പോക്ക് സാധ്യമാണ്. തീർച്ചയായിട്ടും നീ നിക്ക്. അതെ, അപ്പൊ പുറത്തെ കോൺഫ്ലിക്റ്റ് തീർന്നു കഴിയുമ്പോഴേ ഓക്കെ. നീ അതിന് നിന്നല്ലാതെ നീ ആരെങ്കിലും എടുക്കണ്ടോ? അവള് തന്നെ പുള്ളി ക്യാമറയിൽ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒരു മതി. സൊസൈറ്റിനെ മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചങ്ങോട്ട് നീ ഇങ്ങോട്ട് പോ. ഏകത്വത്തിലേക്ക് എല്ലാവരും ഒരുമയിലേക്ക് കൊണ്ടുവരിക. അതെ, ഇങ്ങോട്ട്. അത് വളരെ സിമ്പിളാണല്ലോ. ഇപ്പം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും അവരുടെ ഐക്യം പിന്നെയും പോയില്ലേ. ഞാൻ കമലാഷനെ പരിചയപ്പെടുത്തുന്നത്, കമലാഷന് അവിടെ ഇൻ്റർഗ്രേറ്റഡ് ആയിട്ട് നിൽക്കാം. ഞാൻ അതിന് പകരം ചിങ്കുവിനെ പരിചയപ്പെടുത്തിയാണ്. ചിങ്കുവിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യും, ചിങ്കു എത്ര നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പോഴത്തേക്കും
കമലേഷന് ദോഷം ഉണ്ടായി. ഞാൻ കമലേഷനെ പരിചയപ്പെടുത്തേന്. കമലേഷന്റെ പാല് അച്ഛാ മതി അച്ഛാ, ബഹുത്ത് അച്ഛാ. വീഡിയോ പിടിക്കുന്നതാണ്. എന്താ പിടിക്കുന്നത്? ഓളെന്ന് നോക്കുന്നുണ്ട്. ക്യാമറ പിടിച്ചിരിക്കുക അവള്, ഫോൺ ചേച്ചി ഒന്നുകൊണ്ട് വാ. അപ്പൊ കമലാഷിനെ പരിചയപ്പെടുത്തുന്നതിന് വരെ ഞാൻ പറയും ചിങ്കു ഒരു ഗ്രേറ്റ് മനുഷ്യനാണ്, ചിങ്കുവിനെ കണ്ടില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും കമലാഷിന്റെ അറ്റൻഷൻ പിന്നെയും പോയി, ചിങ്കുലോട്ട് പോയി. ഇതാണ് അള്ളാഹു യേശു ക്രിസ്തു ഒക്കെ ചെയ്യണത്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും കൃഷ്ണനുണ്ട്, അർജുനുണ്ട്, കുറെ ആൾക്കാരുണ്ട്. വിഭവങ്ങൾ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് വിഭവം ഒന്നേ ഉള്ളൂ, വിഭവങ്ങളില്ല. ആ കൂടി ഒരൊറ്റ ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താണ് അവിയല്, മറ്റേ കുറുമ, അത് ഇതെല്ലാം ഉണ്ട്. കൃഷ്ണ അർജുന അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. പിന്നെ കൺഫ്യൂഷൻ ആണ്. അതെ, നീ നിന്നെ ശ്രദ്ധിക്ക്. നിന്നിലാണ് നിന്റെ കാര്യങ്ങൾ എന്നുള്ള ഭാവം പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷെ ആർക്കും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയിട്ട് പറയാൻ പോലും പറ്റുന്നില്ല. കളയും. പറയാൻ വരുന്നവന് അവന് തന്നെ 100 കൂട്ടം പ്രശ്നമാ. അവനവന്റെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണ. അത് തൊട്ടില്ല, അത് തൊട്ടില്ല. അത്രേ ഉള്ളൂ വിഷയം, ഇത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ യാതൊരു വിഷയമില്ല. അല്ലാണ്ട് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. കമലാഷനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വീട്ടിൽ ഭാര്യയുണ്ടാ, മക്കളുണ്ടാ എന്നുള്ള ഭാവമൊന്നും വിഷയമില്ല. കമലാഷൻ്റെ കാര്യം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അവരവരുടെ കാര്യം ചെയ്യാൻ തുടങ്ങി. അതെ, അപ്പോൾ എല്ലാവരും കൂടി അവിടെയാണ് സഹകരണം യൂണിറ്റ് വന്നു. അതെ, ഞാൻ തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന കമലാഷനും. ഇത് തന്നെയാണ് അയാൾക്കും വേണ്ടത്. എനിക്ക് വേണ്ടത് തന്നെയല്ലേ അപ്പുറത്തും വേണ്ടത്. ഇത് എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയത്തില്ല. അച്ഛൻ പ്രശ്നമാണെന്ന് അറിയാം. അച്ഛനെ കൊണ്ടൊരു കാശിനും കൊള്ളിയല്ലോ, മാറ്റിയെടുത്താൽ നല്ലതാണ്. പിള്ളേരെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അച്ഛനൊന്ന് മാറിയിരുന്നെങ്കിൽ, അച്ഛൻ്റെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ. അപ്പോൾ എക്സാമ്പിൾ കാണുന്നത് ഷാഫിക്ക കണ്ട, ഷാഫിക്ക ബീച്ചിലോട്ട് അല്ലേ, അവിടെ നല്ല സുഖസുന്ദരമായ സ്ഥലത്ത് വന്നിട്ട് നമ്മള് കല്ലൊക്കെ പൊക്കി കൊണ്ടുവന്ന് നമ്മ കല്ലിൽ അമരുകയാണ്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. മറ്റാള് എന്ത് മറ്റാളുടെ സഫറിങ് ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സുഖകരമായിരിക്കുക. അല്ല, അതാണല്ലോ എല്ലാവരും പരസഹായമായിരിക്കണം. മറ്റുള്ളവരുടെ സഫറിങ് നോക്കണം. എന്നിട്ട് മറ്റുള്ളവരുടെ സഫറിങ് മാറ്റായിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അയാൾ എന്താ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആയി. കാരണം എൻ്റെ കംഫോർട്ടിലാണ് മറ്റൊരാൾ പ്രവർത്തിക്കേണ്ടത്. എൻ്റെ കംഫോർട്ട് ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് പറയുന്ന ആൾക്കാരില്ല, എന്താ മറ്റുള്ളവരുടെ കംഫോർട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടാണ്. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അതിൽ ഹോൾസ് ഉണ്ട്, അത് മനസ്സിലായി. ഇന്നലെ ഷാഫി കാണിച്ചു തന്നു, ഈ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഞാൻ സിമ്പതി കാണിച്ചു തന്നല്ല കേട്ടോ. പ്രാക്ടിക്കലാകുകയാണ് നമ്മൾ. വളരെ സിമ്പിളാണ്. അച്ഛനെ മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എവിടെ നിൽക്കണമെന്നുള്ള ഭാഗം നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു അച്ഛനും മകനും ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പറയണം, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും നമ്മളത് വെച്ച് എക്സാമ്പിൾ ഉണ്ടാക്കും ഉടനെ. മനസ്സിലായി? മുസ്ലിം, ഇസ്ലാം, ക്രിസ്ത്യാനി, ഹിന്ദു എന്ന് പറഞ്ഞാലും ഓക്കെ, നമുക്ക് പ്രാക്ടിക്കലി കാണാമല്ല. എല്ലാം പുറത്തുള്ള കാര്യങ്ങളാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ജനത്തോട് എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഫോക്കസ് എന്ന് പറഞ്ഞാൽ എത്ര നേരം നോക്കണമെന്നാണ് ചോദിക്കണം. കാരണം അത്യാവശ്യം കിടക്കണം, കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇത് നോക്കാൻ പറ്റുന്നത്. അപ്പം കറി വിടും. അപ്പോ കാരണം അടുത്ത യോഗ പ്രാക്ടീസ് ചെയ്യണോ? അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ തീരുമാനമാവുമല്ലോ ഓഫ് ചെയ്യാന്. ആണോ? നീ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് പോകണ്ട, ഇവിടെ തന്നെ
ഇവള് വരുന്ന വഴിയില് വിളിച്ചിട്ട് നിക്ക് നിക്ക് വെയിറ്റ് ചെയ്, നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞു നമ്മളവിടെ നിക്കുന്ന, അവര് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ കിളികളെ വെച്ച് നോക്കുമ്പോഴും അമേരിക്കക്ക് അതേപോലത്തെ ഒരു ഫൈറ്റർ ജെറ്റോ അല്ലെങ്കിൽ ബോംബിടാനുള്ള ഒരു സാധനം ഉണ്ട് ഈ കിളിന്റെ ഷേപ്പില്. ഏത് ബേർഡ് നോക്കുമ്പോ സാമിയായ ബാബു നിനക്ക് ഉറക്കം വരുന്നുണ്ട് തോന്നില്ല. പെട്ടെന്ന് ഉറക്കം വരുന്നില്ലേലും വരും. ഉറങ്ങി ദായാമി ഉറങ്ങുകയാണ്. ദായാമി കണ്ണടച്ചു. ദായാമി കണ്ണടച്ചിരിക്കുകയാണ്. യാമി 4:30 ഉറക്കം ഉറങ്ങിയില്ല. യാമി 4:30 ഉറക്കം ഉറങ്ങി. ഇനി യാമി പല്ല് കേൾക്കണ്ടില്ലേ? ബാബു ബാബു മതിയാക്കാൻ ഞാൻ ഓടി കിടക്കണ വെച്ച ഇതല്ല, ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ല ആട്ടാനാ പറയണേ. വിടരുതേ, എല്ലാം വിശക്കണ്, എല്ലാവർക്കും വിശക്കുന്നു. അതെ അതെ അതെ. ഇവിടെ ഇരുന്ന് അപ്പവും മുട്ടക്കറിയും കൂടി ഉണ്ടെങ്കിൽ മുട്ടക്കറി വേണ്ട, മുട്ടക്കറിയാ. അതെ, ടൊമാറ്റോ കറി. വീഡിയോ കുറച്ചേരം കൂടി ഓടട്ടെ, നിന്റെ കളിയൊക്കെ കണ്ട. അതിൽ രസം നോക്കി കുറേ ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ട്, അതുകൊണ്ടാ പറയണത്. അപ്പോ നമ്മളിതാ ഓഫ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ അപ്പോട് പിടിച്ചു വെച്ചിരിക്കണേ, മനസ്സിലായോ? അതാണ് ഇടക്കിടക്ക് അപ്പോ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലോക്ക് ചെയ്ത് ജിങ്കു, യാമിനെ ലോക്ക് ചെയ്ത്. മുമ്പേ കുറച്ചുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. ഈ കിളികൾക്ക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള അപ്പൊ തന്നെ നടക്കേണ്ടി വരും. ഇതൊണ്ട ഓഫ് ചെയ്യണ്ടായിരുന്നേ. വെറുതെ റെസ്റ്റ് എടുക്കാം, നീ റെസ്റ്റ് എടുക്കണം. അതാ ചോദിച്ചേ, റെസ്റ്റ് അതല്ല, റെസ്റ്റ് എടുത്തിട്ട് എന്താക്കാണിത്? നമ്മളിപ്പോ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് വേണം യോഗ ചെയ്യാനെന്ന്. എന്ന മാതിരി ഇവിടെ നമുക്ക് റെസ്റ്റ് ഇല്ല. ഇവിടുന്നാണ് ആ കൊക്ക് ആ മത്സ്യത്തിനെല്ലാം കൊണ്ടുപോയത്. വെള്ളം തീരാറായി, വേറെ സ്ഥലത്ത് മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകും കൊക്ക്. ഇവിടുത്തെ വെള്ളം കഴിയാനാണ്. അത്രയും ആഴം, എത്ര മീനുള്ളത് ആഴല്ലേ? തല കുത്തുന്ന കഴുത്തിന്റെ അത്ര വെള്ളാണേ. തല കുത്തുന്ന കഴുത്തിന്റെ അത്ര വെള്ളല്ലേ? മത്സ്യങ്ങളോട് ആ കൊക്കാണ് അവിടെ നിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് സെലിബ്രിറ്റി എന്ന് വിളിച്ചാലോ. വെള്ളമൊക്കെ വറ്റാറായി, നിങ്ങളെ ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടാക്കാതെ. അങ്ങനെയാണ് ഗുരുണ്ടായേ. അതതില് കറക്റ്റാണ്. നീ കളിച്ചോ, ഞങ്ങള് കളിച്ചോണ്ടിരിക്കുക. ഞാനൊരു പണി കാണിച്ചു തരാം. നീ ഒരു കല്ലെടുത്ത്, എല്ലാവരും കല്ലെടുത്ത്. അത് അവിടെ ഒരു കല്ലുണ്ട്, എടുത്തോ. കല്ലെടുത്ത്, ചെറിയ കല്ലെട്, ഒരു കല്ലെട്. എന്നിട്ട് വെള്ളത്തിൽ കയറി, എന്നിട്ട് അങ്ങോട്ട് എറിഞ്ഞ എന്തോരം ദൂരത്ത് എറിയുമെന്ന് നോക്കട്ടെ. വെള്ളത്തിൻ്റെ അപ്പുറത്ത് വീഴുമോ നോക്കട്ടെ. കല്ല് ഇവിടെ എടുത്തോ. ഇവിടെ ഇല്ല ജിങ്കു ആ കല്ലെടുത്തോളൂ. ഉരുളം കല്ലുണ്ടോക്കിയാ അതെ അതെ, ഇവിടെ ഉണ്ട്. ഇതെടുത്തോ. ഇവിടെ ഇഷ്ടം പോലെ കല്ലുണ്ട്. ഒരു കല്ലെറിഞ്ഞേ, അങ്ങോട്ടെറിഞ്ഞേ, ഇങ്ങോട്ട് വരരുത്. മറ്റേ ഒറ്റയാണ്, അതിട്ട് കറങ്ങി പോയിട്ട് അപ്പുറത്തെ നമ്മളെ പോയിട്ടുള്ള ആൾക്കുടിക്കും ഉള്ളറി. അവിടെ അപ്പുറം നീ വെള്ളത്തിൽ ചെല്ലട്ടെ, വെള്ളത്തിൽ ചെല്ലട്ടെ. മറ്റേ ആ ജാവലിന് എന്താ സാധനത്തിന്റെ പേര് എറിയണേ, കറങ്ങി എറിയണേ? ആ പെണ്ണ് ഒരു പെണ്ണാണ്. അവിടെ അങ്ങനെ കറങ്ങി എറിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ മാസ്റ്റർമാരൊക്കെ ഉണ്ടാവില്ല, മാർക്കിടാണല്ലേ? അല്ല, അങ്ങനെ കയ്യിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ എറിഞ്ഞ് ആയി തിരിഞ്ഞു പോയതാ. ലാസ്റ്റ് ജഡ്ജസ് ഉണ്ടാവുമല്ലോ, കൊല്ല നേരിക്കാവ് പോയേ. എല്ലാരും കൂടി അയ്യോ അത് പറഞ്ഞിട്ട്. അത് നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളാ ചെന്ന് കൊണ്ട്. ഈ പെണ്ണിന് സ്കില്ല് വേണം. ആ
യെസ്, നീ ഇങ്ങോട്ട് വാ, ഈ സൈഡിൽ വാ. അവിടെയാണ് കല്ലില്ല മുഴുവൻ. ഒരു ലോഡ് കല്ല് ഇവിടെ ഇറക്കിയിടും. അത് മുഴുവൻ ഇറച്ചിട്ട് ക്ലിയർ ചെയ്യും. എന്തോരം ദൂരത്തറിയാൻ നോക്കുക. ആ, ഓരോ ദൂരവും മാർക്ക് ചെയ്യും. ഇങ്ങോട്ട് ഇടണ്ട, വെള്ളത്തിൽ കിട്ടാൽ മതി. അവിടെ ഇറങ്ങിക്കോ. ആ, അവിടെ നിന്ന് എറിഞ്ഞാൽ മതി. ഇടയ്ക്കൊക്കെ നോക്കണേ, ലൊക്കേഷൻ മാറരുത്. അതെ, സൗണ്ട് എന്തോ ഒന്ന് കൂടിയല്ലോ ഒന്ന്. യെസ്, നിനക്കൊരു പ്രാക്ടീസായി. അവർക്ക് എൻഗേജ്ഡ് ആണ്, അത്രേ ഉള്ളൂ. ഭൂതത്തിന് പണി കൊടുക്കണം അല്ലേ? അത്രേ ഉള്ളൂ. എന്താ അടുത്ത കുട്ടികൾ ഫോളോ ചെയ്യുന്നു. ഒരു കല്ല് 2 പ്രാവശ്യം കണ്ട ഇല്ല പോയി കണ്ട ശാസ്ത്രീയമായിട്ട് എറിഞ്ഞവൻ. ഇതാ കല്ലെറിയട, ഈ വലിയ കല്ലെറി. ഇതേ കല്ല്, ഇല്ലേ കല്ല് മുഴുവൻ തീർത്തിട്ട് വിളിക്ക്. അപ്പം മുട്ട അല്ല, അപ്പോ മാറ്ററി. അവൻ്റെ ആക്ഷനൊക്കെ കാണണം. ഒന്നൊന്നര ആക്ഷനാ. ഞാൻ പതുക്കെറിഞ്ഞാൽ മതി, അത്ര ദൂരത്ത് എത്തിക്കണ്ട. ചിങ്കുവിൻ്റെ അപ്പുറത്ത് പോയെടുത്തു. അതെ. ഉവ്വാ ഉവ്വാ ഉവ്വാ. ഇല്ല, അത് ഡിസ്മാൻഡിൽ ചെയ്തോ ഉണ്ടായിരുന്ന അപ്പുറത്തുകൂടി വന്നപ്പോഴത്തേക്കും ഡിസ്മാൻഡിൽ ചെയ്തു. അടുക്കണ്ട, പോസ്റ്റ് എടുത്തില്ല. അടുത്തു. കാരണം സർക്കാരിന് ഫണ്ട് ഒരുപാടുള്ളതുകൊണ്ട് പോസ്റ്റ് ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചു. അമേരിക്കയിൽ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ കേബിൾ കിട്ടി. അപ്പോൾ അവർ പറയുകയാണ്, നമ്മളിതാ നോക്കും, പണ്ട് മുതലേ കേബിളൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അത്രയും നമ്മൾ വളരെ കണ്ടുപിടുത്തങ്ങളും പുരോഗതിയാണ്. ഇന്ത്യയിൽ വന്നിട്ട് മറ്റേ അമേരിക്കക്കാരൻ കൂട്ടിക്കൊണ്ട് ഇന്ത്യയിൽ കുഴിച്ചു, ഒന്നും കാണാനില്ല. പണ്ടേ വയർലെസ് മൊബൈലും കാര്യങ്ങളും ഉപയോഗിക്കുന്ന ആളാണ്. അഡ്വാൻസ്ഡ്. ഇവിടെ അങ്ങനെ ഒരു കേബിളിന്റെ ഭാഗമേ വന്നിട്ടില്ല. ആവശ്യമില്ല. കേട്ടില്ലേ? കേട്ടില്ല. ആ, അമേരിക്കക്കാർക്ക് കുഴിച്ചപ്പോ ഇന്ത്യക്കാരനെ കുഴിച്ചപ്പോൾ കുറെ കേബിളൊക്കെ കിട്ടുന്നു. പണ്ട് മുതലേ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അന്ന് മുതലേ ശാസ്ത്രീയമായിട്ട് നമ്മൾ പുരോഗമിച്ച ആൾക്കാരാണ്. ഇവനെയും കൂട്ടിയിട്ട് ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ കൂട്ടി ഇവിടെ വന്നിട്ട് കുഴിച്ച് എത്ര കുഴിച്ചിട്ട് ഒന്നും കാണുന്നില്ല. നമ്മ പണ്ട് മുതലേ വയർലെസ് മറ്റു മൊബൈൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. നേരെ പോയ പുഴ എങ്ങനെ നേരെ അങ്ങോട്ടല്ല എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പുഴ ഉണ്ടാവും. ഈ പുഴ കിട്ടും. പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ട്? ലൊക്കേഷൻ മാർക്ക് നോക്കണൊന്ന് കാണിച്ച്. വീട്ടിൽ നിന്ന് ഭാഗത്തേക്ക് എത്ര ഉണ്ടോ? നടന്നു പോകുന്നില്ല, റോട്ടിലെങ്കിൽ നടന്നിട്ടു. ഏത്, ഈ ബ്രിഡ്ജോ? ആ, 3-ാം കടവ് പാലം. 9 മിനിറ്റ് നടന്നോ? കാറിൽ. നമ്മൾ അഡ്മിറ്റ് പോലുണ്ടായിട്ട് അതൊരു വലിയ പാലം. നമ്മൾ വണ്ടിയെ വന്നാണോ അതിലെ? ആ, വണ്ടി വന്നാ ഇല്ല, ഒരു പുഴ ഇങ്ങനെ ക്രോസ് ചെയ്ത. ആ, അതെ അതെ, ആ പുഴ ഞാൻ തോന്നുന്നത്. ആ പുഴ ആയിരിക്കൂല, ഈ പുഴ അങ്ങോട്ടേക്കാ. നമ്മളെ വീട്ടിന് മുമ്പിലേക്ക് എടുത്തിട്ട് റൈറ്റിലേക്ക് പോകുന്നതാണ്. ആ, ഇത് ചാലക്കുടി പോയിട്ടൊക്കെ ഒരു അവിടുത്തെ വെള്ളം തന്നെയാ? അല്ല, വെള്ളം അതല്ല, വെള്ളം ഇവിടുത്തെ പച്ച വെള്ളമുണ്ട്. നമ്മളത് ചുവപ്പ്, ഈ പുല്ലിൻ്റെ വെള്ളമുണ്ട്. അത് നമ്മളെപ്പോഴും ഒരു ടോപ്പിക് ഉള്ളിലുണ്ടാവും. അതുമായിട്ട് കണക്ട് ചെയ്ത് ആരും സംസാരിക്കുന്നില്ല, ഉടനെ നമ്മൾ ഡൗൺ ആവും. നമുക്ക് ഏത് ടോപ്പിക് കിട്ടിയാലും നമുക്ക് അത് അനലൈസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് കൊണ്ടുപോകാം. ഇത് അനലൈസ് ചെയ്യുന്ന ഭാഗത്തോട്ട് പോകണം. നമ്മൾ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞപ്പോഴും അനലിറ്റിക്കൽ കപ്പാസിറ്റി അവിടെ ഉണ്ടാകണം. ഇത് അനലൈസ് ചെയ്യാൻ ഒന്നും ഇല്ലാത്തൊരു ഭാഗത്ത് എന്നുവെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്തു, നമുക്കൊന്നും അനലൈസ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. കാരണം അയാൾ എന്ത് ചെയ്തു, അതിനകത്ത് എന്താ നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊക്കെ പ്രാക്ടിക്കലി എൻ്റെ ലൈഫ് റിച്ച് ആകുന്ന ഭാഗമായിരിക്കണം.
എൻ്റെ ലൈഫൊക്കെ എൻ്റെ ബോഡിയിൽ കണക്റ്റായിട്ട് വേണം അനലൈസിങ് നടക്കാൻ. കാരണം എനിക്ക് എൻ്റെ ഉള്ളിലെ വികാരങ്ങളുമായിട്ട് കണക്റ്റാകണം. മറ്റേത് എൻ്റർടൈൻമെൻറ്റാണ് നോക്കണം. എന്താണ് എൻ്റെ ബോഡി ഓൾറെഡി ഞാൻ സാച്ചുറേറ്റഡ് ആക്കി, എന്നിട്ട് വേറെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കണത്. അത് അനലൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നെ ബാധിക്കുന്ന കാര്യമായിരിക്കണം, എൻ്റെ ശരീരത്തെ ബാധിക്കുന്ന കാര്യമായിരിക്കണം, എൻ്റെ ശരീരത്തെ അറിയുന്ന കാര്യമായിരിക്കണം. മറ്റേത് എസ്കേപ്പാണ്. മറ്റേ എസ്കേപ്പാണ്. കടലിൽ കുളിക്കണം, അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് എസ്കേപ്പാണ്. മനസ്സിലായി? കടലിൽ കുളിക്കണമെന്നുള്ളതിനകത്താണ് ത്രില്ല്. ഞാൻ എൻ്റെ ബോഡിയിൽ ഇരിക്കുക എന്നുള്ള ഭാഗം നോക്കിക്കേ, അവിടെ അച്ചീവ്മെൻ്റ് നടക്കണം. എന്നിൽ സജീവമായി കടലിൽ കുളിക്കാം, അതിനകത്തൊന്നൊരു വിഷയമില്ല. പക്ഷേ ഞാൻ എന്നിൽ ലൈവ് അല്ലാണ്ട് കടലിൽ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിച്ച ആൾ തിരിച്ചു വരികയില്ല. ഇതാണ് ഇന്നത്തെ ട്രെൻഡിങ് ആൾക്കാർക്ക് പറ്റുന്ന കുഴപ്പം. ഇതാണ് പ്രവൃത്തിയിൽ മുഴുകിപ്പോവുക, അല്ലാണ്ട് പ്രവർത്തിക്കുന്നവൻ അവിടെ ഇല്ല. ആ പ്രവൃത്തിയിൽ നിന്ന് പണിയും കിട്ടും. ഇത് സകലതും ഇത് തൽക്കാലത്തേക്കുള്ള ഒരു എസ്കേപ്പ് തന്നെയാണ്. പാർട്ടി നടത്തുന്ന ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, കോടിക്കണക്കിന് രൂപ കിട്ടും എന്നുള്ള ഭാഗമല്ല. അവന് കോടിക്കണക്കിന് അവസ്ഥക്ക് ഒരു മാറ്റമില്ല. ഇല്ലില്ല, അത് വീണ്ടും അതിലത്തേക്ക് തിരിച്ചു വരും. തൽക്കാലം ഒരു എസ്കേപ്പ് അല്ലേ, അത്രേ ഉള്ളൂ. സുന്ദരിയായ പെണ്ണിനെ കിട്ടിയാലും ഇത് തന്നെയല്ലേ. അവള് സുന്ദരിയാണ്, അത് വെച്ചിട്ട് പിന്നെ കളിക്കുന്ന കളി ഇതാ. അതിൽ നിന്ന് മാറി സ്ഥിരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അല്ലേ, പിന്നെ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കുഴപ്പമില്ല. മറ്റെല്ലാം നമുക്ക് വേണ്ടതാണ്, ഒന്നും വേണ്ടതല്ല. പക്ഷെ നമ്മൾ നിന്നുകൊണ്ടായിരിക്കണം. ഇതിന് നിന്നുകൊണ്ട് എന്തുവാ. അതെ. അപ്പൊ ഇത് തുടർച്ചയായിട്ട് ഇതിന് മറ്റൊന്നിന് വേണ്ടിയിട്ട് ആക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എല്ലാം ഒരു പ്രാക്ടീസ്. ഇപ്പൊ കടലിൽ തന്നെ ഒരാൾ കുളിക്കാൻ പോകുമ്പോൾ അവൻ കരയിലുള്ള പ്രോപ്പർ ബാലൻസിലല്ല പോണതെങ്കിൽ അവൻ ആ തിരയിൽ കിടന്നിട്ട് അവൻ തന്നെ പണി കിട്ടും. കാരണം ഇവിടെ കരയിൽ ഇപ്പം ബലം പിടിച്ചാണ് ഇരിക്കണമെന്ന് വിചാരിച്ചോ, ഈ ആള് അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ വേൾപൂൾ അവിടെ. അതിൽ ഇവന് തന്നെ ഇവന് പണി കൊടുക്കും. അതായത് ഇവന്റെ ഇപ്പൊ കൈ ബലം പിടിക്കുകയാണെങ്കിൽ അത് പണി കിട്ടും, മുഖം, ചുണ്ട്, എല്ലായിടത്തും പണി കിട്ടും. മനസ്സിലായി? ഇപ്പൊ പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഷാഫി ഉള്ളത് കൊണ്ട് കമലാഷനും കൂളായിട്ടിരുന്നു. ഷാഫി വെള്ളത്തിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇപ്പുറത്താണ് എൻ്റെ മകൻ നിൽക്കത്തുള്ളൂ. ഷാഫി ഇല്ലാത്തപ്പം അച്ഛന് ഇങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ്റെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ നിനക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അച്ഛൻ്റെ കപ്പാസിറ്റി റെസ്പെക്റ്റ് ചെയ്തിട്ട് അച്ഛൻ്റെ കപ്പാസിറ്റി പ്രോഗ്രസ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അച്ഛൻ്റെ കപ്പാസിറ്റി പ്രോഗ്രസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് അനലൈസ് ചെയ്യാന്ന് പറയുന്നത്. അവിടെയാണ് ഒരുമിക്കേണ്ടത്. മറ്റേത് ബോർഡർ മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പം ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നടക്കുന്നത്, ഇവരാരും എന്നെ കയറിയുന്നില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല, പ്രോഗ്രസ് ഇല്ല. ഇവള് ഷാഫിയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഷാഫിയും ജെനിയും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ടെങ്കിൽ അവർ ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഭാഗം വരും. അതുപോലെ തന്നെ അവരും എൻ്റെ പ്രോഗ്രസ് കൂടി. ഇപ്പം ഞാൻ ഇവർ പോകാൻ പോയി, അപ്പോൾ ജെനി പറഞ്ഞ് വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിലൊക്കെ പോകണം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, അവർ വെയിറ്റ് ചെയ്യുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഒരുമിച്ച് വന്നു. ആ ഒരുമ അവിടെ സംഭവിച്ചു. ഇത്രയും ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എക്സ്പോസ് ഷെയർ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഞാൻ നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനതോടെ നിങ്ങൾ പോയി കിടക്കണം. എനിക്കിത് തന്നെ കാര്യം ഇത് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഓക്കെ, നിങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയാൽ എന്നിട്ട് വലുതൊക്കെ പോകുമ്പോൾ താമസിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നടന്ന്, അപ്പോൾ ഇവൾ അവിടെ ഇങ്ങനെ മടിച്ചങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒന്ന് യാമി ഒന്ന് വിളിക്കുക. സത്യത്തിൽ ഇവക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല, അവൾ വിടൂല. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവളെ ത്രില്ലാണ് അവിടെ അതിലേറ്റവും. കാരണം ഇവക്ക് ഇന്നലെ നടന്നാ മതി ഇനി. പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ ഇങ്ങളെ ഗ്രൂപ്പ് അങ്ങോട്ട് പോയില്ല എന്നുള്ളത് ഇവക്ക് കറക്റ്റ് അറിയാം. അപ്പൊ ഇവക്ക് വഴി കാണിക്കാനുള്ള ഒരു പവർ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ അതിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത്. അതാണ് പ്രോഗ്രസ്. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഒരു അനുമാനങ്ങളാണ്. ഓരോരുത്തരും എന്ത് വർക്ക് ചെയ്യുന്നുള്ളത് അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പല വിധത്തിൽ നമുക്ക് അതെ, മനസ്സിലായി. ഇതിനകത്ത് ഈ ചിത്രീകരണം പല വിധത്തിൽ ഫിലിമാക്കി മാറ്റാന്നുള്ളത്. അതെ, ഈ ചിത്രീകരണത്തിനകത്ത് ഒരു കഥയില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി ഇതൊക്കെ ഞാനിപ്പോ ഉണ്ടാക്കി പറയണം. ജെനിക്ക് താല്പര്യമില്ല. ഞാൻ പറയണു ജെനിക്ക് എൻ്റെ അറ്റൻഷനിൽ ഞാൻ കണ്ടത് എനിക്ക് താല്പര്യമില്ല. എനിക്കതൊന്നുമല്ല, എനിയിപ്പോ പറഞ്ഞപ്പോഴല്ലേ. അതെ, അപ്പൊ അവള് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറ്റൂല, നിനക്ക് താല്പര്യമില്ല, നീ എങ്ങനെ താല്പര്യം നിനക്ക് അതിനുള്ള പ്രായമില്ല. അത് കൊച്ചുകുട്ടിയാണ്, ഇങ്ങനെ പഠിപ്പിക്കണം, മനസ്സിലായാ?
അപ്പൊ തന്നെ ഇയാളങ്ങനെ നോക്കും ഇത് എന്ത് സാധനാണ്. അതെ എനിക്ക് താല്പര്യമായിരുന്നില്ല, എനിക്ക് ഇനി താല്പര്യമല്ലായിരുന്നു. അല്ലായിരുന്നോ? അപ്പൊ കൺഫ്യൂഷൻ വന്നു. കുട്ടികൾക്ക് കൺഫ്യൂഷൻ. അതെ അതെ. പണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് വന്നിട്ട് പുലിനെ പിടിക്കേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞാല് ഈ കുറുക്കനെ പിടിച്ചിട്ട് അടി കൊടുത്തിട്ട് വന്നു, പറടാ ഞാൻ പുലിയാന്ന് പറഞ്ഞു. അതെ അവസാനം കുറുക്കൻ പറയാം ഞാൻ പുലിയാടേ. അതെ അതെ, അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ റിയാലിറ്റി സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പച്ചക്കൊരു കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എല്ലാവരും തെളിയും. ഇതെന്താണ് അച്ഛനും മകനും ബന്ധം ഉണ്ടാക്കി വെച്ചിരിക്കുക. എൻ്റെ വീട്ടിലിങ്ങനെയാണ്, അവിടെ ഒന്നിച്ചും സുബു ഒന്നിച്ചും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് പഴയ അച്ഛനാകാൻ പറ്റത്തില്ല. മനസ്സിലായി? പേടിയാ. മിക്കഴും വീട്ടിലെ ആൾക്കാരെ കയറ്റാത്തതുകൊണ്ടാണ്. പുറത്തുനിന്ന് പറഞ്ഞ ആൾ വന്നിച്ചും പല കാര്യങ്ങളും പറയും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് പൊളിഞ്ഞു പോകും. അപ്പം ആരെയും കയറ്റത്തില്ല. അതിനാണ് വാതിൽ വെച്ചിരിക്കുന്നത്. വാതിൽ വെച്ച് അടച്ച് പുറത്ത് നിർത്തിയിരിക്കുക. മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ അവർ പറയും, പരിശോധിക്കുക എല്ലാവരും കൂടി ഇരുന്ന്. എല്ലാവരും കൂടി അതിനകത്ത് പൊട്ടത്തരമുണ്ടെങ്കിൽ അത് അഴിച്ചു കൊടുക്കുക. മനസ്സിലാവും? നമ്മൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഭയപ്പെടേണ്ടതല്ല, എല്ലായിടത്തും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. പക്ഷേ നമ്മളിവിടുത്തെ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലായിടത്തും ഇരുന്ന് പരിശോധിക്കാൻ തയ്യാറല്ല. മനസ്സിലായി? ഒരു ഓപ്പണായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാൻ തയ്യാറല്ല. അതിനുള്ള ചങ്കുറപ്പില്ലാർക്കും. മൊത്തം സിസ്റ്റം ഇങ്ങനെ ആക്കി വെച്ചിട്ട്. അതായത് കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ സംസാരിച്ചപ്പോൾ ഡെമോക്രസിയെ പറ്റി പറയാനുണ്ട്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉടനെ അടുത്തം പറയണം, അവിടെ ലൈൻ ഓഫ് കൺട്രോൾ വേണം, എന്നിട്ട് സംസാരിക്കാവുന്ന ലൈൻ ഓഫ് കൺട്രോൾ വേണം. ഡെമോക്രസിയുടെ ഭാഗം സംസാരിക്കുകയും എന്നിട്ട് ലൈൻ ഓഫ് കൺട്രോൾ വെച്ചിട്ട് സംസാരിക്കാവൂ. ചൈനയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അല്ല, അതാണ് അവരുടെ അവസ്ഥ. അതാണ് എന്താ ഞാൻ പറഞ്ഞേ അവളൊരു വിശക്കണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല അമ്മ ഫുഡാക്കിയിട്ട് ഇപ്പോൾ വിളിക്കുന്നു പറഞ്ഞു. അമ്മ ഇപ്പോൾ വന്നിട്ട് ഫുഡാക്കൂല. വിശക്കുന്നു പോയിട്ട് മേടിക്കണ്ടേ? വിശക്കുന്നുൻ്റെ വീട് എവിടെയാണ്? വിശക്കുന്നു ഞാനൊരു കല്ല് നമുക്ക് ഇതിന്റെ മുകളിലേ കൂടി നടന്നിട്ട് വരാം. എനിക്ക് പറ്റൂല എൻ്റെ ഒന്നിച്ച് നടക്കാം. ആക്ഷനൊക്കെ എടുത്തിട്ട് വരികയാണ് ഞാൻ കണ്ടതാ. ഞാനങ്ങനെ ആക്ഷൻ എടുത്ത് കാലൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു ആക്ഷൻ എടുത്തത്. അത് കൊടുത്തിട്ട് പഞ്ചിങ്ങാ. റെഡി 1 2. അവിടെ കേരളമുണ്ടായി. പരച്ചിട്ട് മഴ എറിഞ്ഞു. അടുത്തതായി നടക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അച്ഛൻ കൊണ്ട് വരിക. അച്ഛൻ നടന്ന് പവറൗണ്ട്. ഇത് കറക്റ്റ് കാഴ്ച നോക്കി അച്ഛൻ നടന്നത്. ആർക്കെങ്കിലും നടക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അടുത്താക്ക് തോന്നി എന്നാ ഞാൻ നടക്കാം. പോയി കെട്ടി പറഞ്ഞു വീഴ. അല്ല, ഒരാവശ്യമില്ലേ? അതെ അതെ, അതപ്പം ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ 5 കിലോ പൊക്കണോ 100 കിലോ പൊക്കണോ കഥ പറഞ്ഞില്ല. പറ്റത്തില്ലെന്ന് കാണുമ്പോൾ എന്നാ എനിക്ക് പറ്റുമെന്ന് കാണിക്കാനാ പറഞ്ഞത്. ഒരു കല്ല് 2 ആക്കി വിടണം. അതിന് പറ്റുമോ നോക്ക്. ഈ ലേലം വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ മാർക്കറ്റിൽ നിന്ന്. ഈ ഹോജയും വേറൊരാളും സ്ലൈഡ് നിലത്ത് തട്ടരുത്. 1000, 1500, 2000, 5000, 10000, 25000, 1 ലക്ഷം. സാധനം ചില സാധനം 5 ലക്ഷം. അപ്പോൾ ഓക്കെ അയാൾക്ക് കൊടുത്തത് 5 ലക്ഷം പോയി മൊബൈലിന്റെ. എതിരാളി എങ്ങനെ പറ്റി? അതെ അതെ, വാശി കയറി കഴിയുമ്പോൾ അതാണ് ഈ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നത്. വണ്ടി ആരെങ്കിലും ഒരാളൊന്ന് സ്പീഡ് കൂട്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടും. പിന്നെ അവനെ തോപ്പിക്കണം എന്നുള്ള രീതിയിൽ ഓടിക്കും. അല്ലാണ്ട് റോഡാണ് വണ്ടി ഇടിക്കുന്ന ഒരു ബോധം. അവസാനം ഓജ ഒഴിഞ്ഞു കൊടുത്തു. 5 ലക്ഷം പോയി. 5 ലക്ഷം പോയല്ലോ, ഇത് ജീവൻ മൊത്തം പോകും.
ഇവിടുന്ന് അങ്ങനെ സെൽഫി എടുത്തോ ക്യാമറമാൻ ദേവിനൊപ്പം. ഇവനിപ്പം ദേവ് ഒറ്റയ്ക്ക് സെൽഫി എടുക്കുക. എന്നിട്ട് ഞാൻ എന്നോടൊപ്പം അവന് ഫോട്ടോ വെക്കാൻ പറ്റോ വീഡിയോയുടെ ലാസ്റ്റ് ക്രിയേറ്റഡ് ബൈ ദേവ് നിതീഷ്. അതെ, ഇതാണ് സെൽഫി. അവനവൻ്റെ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് അവനൊരെണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ വിറ്റകളുടെ ഇവിടെ എന്നെ കൂട്ടാൻ കൊള്ളത്തില്ല. ഞാൻ സെപ്പറേറ്റ് ഒരു അയക്കണം. ഇല്ലേ അങ്ങകലേ വിതുമ്പുന്നു. നമ്മള് പ്രത്യേക കാര്യങ്ങളുമായിട്ട് പോയി ഇങ്ങനെ ബിസിയായി ചുറ്റുപാടുള്ള ഒന്നും നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ അനുഭവിക്കുമ്പോൾ ചുറ്റുപാടായിട്ട് കണക്റ്റായി ഫുൾ ഹോൾ എൻവയോൺമെൻറ്റ് ഓപ്പൺ ആകും. നമുക്കിവിടെ കണ്ണുടച്ച് ഇത് ചുറ്റും അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അത്രയും പവറാണ് നമുക്കുള്ളത്. ഇത് കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ നിന്ന് പണി കിട്ടി. കണ്ണു അടച്ച് ഒരു സ്ഥലത്തുനിന്നും പണി കിട്ടാണ്ടിരിക്കാം. ഇത് കണ്ണ് തുറന്നിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യണേന്ന് അപ്പോഴാണ് പണി കിട്ടുന്നത്. എന്നുവെച്ചാൽ ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് കണ്ണുടച്ചിരുന്നാൽ മതി. മറ്റേത് കണ്ണുടച്ചിരുന്ന് കഴിഞ്ഞാൽ അതൊന്ന് കൊണ്ടുപോകും, നമുക്ക് പണി കിട്ടും എന്നുള്ള ധാരണയാണ്. പിന്നെ മറ്റേ മഹാബലിന്റെ മറ്റേതാ പാതാളം കവർ ചെയ്ത് എവിടെ നിന്ന് കിട്ടിയടാ? ആമസോണിൽ എടുത്തിച്ച എന്ത് സിമ്പിളാണെന്നറിയാം ജീവിതം. അതെന്തിൻ്റെ പേരില അടുത്ത് നിൽക്കുന്ന ആളുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കിയിട്ടേ പ്രശ്നം മുഴുവൻ. ജീവിതത്തെ നശിപ്പിക്കുകയാണ്. എല്ലാവരും ചോദിക്കണ്ടേ സുന്ദരിയായ പെണ്ണിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യണം. സുന്ദരിക്കൊടനെ ഒരു എക്സ്ട്രാ പുഞ്ചിരി സൗന്ദര്യം കുറച്ചുകൂടി കൂടട്ടെ. സുന്ദരിയാന്നല്ലേ പറഞ്ഞുള്ളൂ. മുടി പിടിച്ചിരിക്കുകയാണ്. നടക്കുന്നു മുടി അങ്ങോട്ട് പോരുന്നു ഇങ്ങോട്ട് 100-130 തെങ്ങോളം ഉണ്ട്. നല്ല തേങ്ങയുണ്ട്, അല്ല തേങ്ങയുണ്ട് നല്ല രീതിയിൽ. ആ ഈ ഒരു സൈഡിൽ ഈ സൈഡിൽ കുറച്ച് തേങ്ങയിൽ മാത്രം തേങ്ങയില്ലാണ്ടുള്ളൂ. അത് തേങ്ങ ഉള്ള തെങ്ങും തേങ്ങയില്ലാത്ത തെങ്ങും അതിൻ്റെ ഓല മടൽ നോക്കിയാൽ മതി. മറ്റേ തേങ്ങ ഇല്ലാത്ത തെങ്ങിൽ ഓല മടലെല്ലാം മേലോട്ട് തന്നെ ഇരിക്കും. ആ അതിൻ്റെ കാരണം അതിനകത്ത് കൊലയില്ലല്ല. കൊലയുള്ള തേങ്ങ ഓല ഇങ്ങനെ താഴത്തോട്ട് വരുന്നത്. ഇതെല്ലാം ഓലയുള്ള തെങ്ങുകൾ കണ്ടില്ല. അങ്ങറ്റത്ത് ചെല്ലുമ്പോഴാണ് കണ്ട ആ ഓല മലകളിലിരിക്കുന്ന കണ്ടില്ലേ. മുകളിലോട്ട് വെക്കുന്നതിൽ തേങ്ങയില്ല. ആ ആ മറ്റേ പിന്നെ അപ്പുറത്തിൻ്റെ അവിടെ എൻ്റെ ഇടയിൽ ഒരെണ്ണമുണ്ട്. കൊല തല കാണുമ്പോൾ തന്നെ അറിയാമല്ല. പക്ഷെ ഇവിടെ വന്ന് റെഗുലറായിട്ടൊന്നും എടുക്കാറൊന്നുമില്ല തേങ്ങ. ഓരോ വലിയ ജന്മിയുടെ സ്ഥലമാണ്. അപ്പൊ ഈ സ്ഥലം ഫുള്ള് പ്രൈവറ്റ് ഇതിൽ കുറേ ഗവൺമെന്റ് സ്ഥലവും അത് ഓക്യുപ്പൈ ചെയ്യുകയും ഒക്കെ ചെയ്ത് പല സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ മുകളിൽ. മൊത്തം പാറയല്ലേ മറ്റേ കല്ല്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം
ഗവൺമെൻറ് എന്തോ ഡിഫറെൻ്റാണ്. ഇപ്പം ഗവൺമെൻറ്റിൽ ഒരാൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായി, ഗവൺമെൻറ് ജോലിക്കാരനായി പിന്നെ അന്നോട്ട് അവൻ മടിയനാണ്. മനസ്സിലായി? എൻ്റെ ഗവൺമെൻറ് ജോലിക്കാരെ വെച്ചിട്ടാണ് എല്ലാ ആൾക്കാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവൻ മടിയില്ലാത്ത ആളെ അങ്ങ് മടുപ്പിക്കും. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ജോലി രാവിലെ 10 മണിക്ക് ഓഫീസ്, ഗവൺമെൻറ് ഓഫീസ് തുറക്കേണ്ടതാണെങ്കിൽ ഇവൻ അവിടെ വരണത് 10:30 11 മണി. വന്നിട്ട് അവന് ഇഷ്ടമാണെങ്കിൽ അവിടെ വന്നിരുന്നിട്ട് പിന്നെ സാവകാശം കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അതിൻ്റെ ജോലി പോകത്തില്ലെന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ എന്താണ്, മറ്റൊരുത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവനൊരിക്കലും പ്രോപ്പർ കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യം നശിക്കുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. ഇപ്പോൾ ഗവൺമെന്റ് അല്ലാത്ത ഫീൽഡ് നോക്കുമ്പോൾ നമ്മളെ ഇൻസെക്യൂരിറ്റിയാണ് എപ്പോഴും. ഇതിനെക്കുറിച്ച് നാളെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ഇതുമില്ല. അല്ല, അതുകൊണ്ട് അവനെന്താണ്, അവൻ ഓവർ ടെൻഷനാണ്. ഇവന് ഒരു മടിയനാണ്, അവിടെ അലസനാണ്, ഇവിടെ ടെൻഷൻ കൊണ്ട് ഇവൻ കഷ്ടപ്പെടുക. മനസ്സിലായി? അതെ, രണ്ട് എക്സ്ട്രീം ലെവല, ആവശ്യമില്ലാത്ത ലെവല, മോഡറേറ്റ് ഭാഗത്തോട്ട് വരുന്നില്ല അത്. അതായത് അലസത കാരണം തന്നെ എന്നിൽ ക്വാളിറ്റി, എന്നിൽ ക്വാളിറ്റി ഒന്നും ഇല്ല. മനസ്സിലായി? ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് എനിക്ക് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി. ഞാൻ നശിച്ചാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്താണ്, ഡയബറ്റിക്, ആ രോഗം, ഈ രോഗം, പ്രഷർ, കൊളസ്ട്രോൾ, അതെ അതെ, ടെൻഷനും ക്രിയേറ്റ് ചെയ്യുന്ന. അതെ അതെ, അത്രയുള്ള എല്ലാം രോഗം തന്നെയാണ്. എൻ്റെ കാര്യം ഞാൻ കയറിയണമെന്നുള്ള ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിയറായി. ഇപ്പോൾ വിശ്വാസികൾ, ഇപ്പോൾ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ്, നീ പള്ളിയിൽ പോകുന്നില്ല. ഈ പള്ളിയിൽ പോയിട്ട് ആൾക്കാരും പള്ളിയിൽ പോകാത്ത ആൾക്കാരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും സഫറിങ് ഒരുപോലെ തന്നെയാണ്. പള്ളിയിൽ പോയ ആൾക്കാരും പള്ളിയിൽ പോകാത്ത ആൾക്കാരും തമ്മിൽ, ഇപ്പോൾ പുറത്ത് ബാറിൽ പോകുന്ന ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാർ, പള്ളിയിൽ പോകുന്ന ആൾക്കാർ മദ്യപിക്കുന്നില്ല. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും തന്നെ രോഗം ഒന്ന് തന്നെ, കാണിക്കുന്ന ഡോക്ടർ ഒന്ന് തന്നെ. അതെ, പിന്നെ എന്തിനാ നമ്മൾ ഈ പള്ളിയിൽ പോകണം? എന്താ ഇതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ പറയണത്, നിങ്ങൾ മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മര്യാദക്ക് അറിയാൻ പാടില്ല. മനസ്സിലായി? അപ്പോഴാണ് മരിച്ചതിന് ശേഷത്തെ കാര്യം പറയണത്. മൊത്തം മനുഷ്യനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം മനുഷ്യർ പറയണത്. മൃഗങ്ങൾ മൃഗമായിട്ടുള്ള ബന്ധമുള്ള കാര്യമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ചോദിക്കുമ്പോൾ നീ പിന്നെ മൃഗത്തെ പോലെ ആകാനാണ്. അതേ, മൃഗത്തെ പോലെ ആകണമാണ് നല്ലത്. കാരണം അവനവൻ്റെ കാര്യമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വായിട്ട് നോക്കിയിരിക്കണില്ല, കഥ പറയണില്ല. അപ്പുറത്ത് മറ്റേ പുലി അവിടെ പോയി ആദ്യം ചെയ്തൊന്ന് ഈ പുലി ഇരുന്ന് കഥ പറയല, ഈ പുലി അത് ചെയ്യും. മനസ്സിലായ? ഏത് കഴുത, ഇപ്പോൾ കഴുതേനെ കഴുതയെന്ന് വിളിക്കുന്നു. സത്യത്തിൽ കഴുതയ്ക്ക് ഒരു കുഴപ്പമില്ല. കഴുതയുടെ ചെയ്യേണ്ട കാര്യം ചെയ്യണം. മനുഷ്യൻ കഴുതേനെ പറഞ്ഞ് മനുഷ്യൻ കഴുതയേക്കാൾ കഷ്ടമാകുക. പക്ഷെ കഴുതയെ പറ്റിയാണ് പറയണത്. പക്ഷെ മനുഷ്യൻ അവനവനെ പറ്റി പറയാൻ പറ്റില്ല. അത്രയും വലിയ കഴുതത്തരം കാണിക്കുന്നതാണ് മനുഷ്യൻ. കഴുതയെ പറ്റി പറഞ്ഞിട്ട് ഇവൻ വലിയ ബുദ്ധിമാനാണെന്നാണ് പറയണത്. മനസ്സിലായി? ഇവൻ പറയണ കഴുതയെ പറ്റിയാണ് ഇവൻ പറയണത്. കഴുതന് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചുമട് താങ്ങുന്നത്. അതെ അതെ, തന്നെത്താൻ എടുത്ത് തല്ലല്ലോ. അതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുകയാണ് കഴുതന്റെ. ഇത് തന്നെത്താൻ വെക്കയാ, എടുത്തു വെക്കുകയാണ്. അതെ. നമുക്ക് ക്യാമറയിൽ അഭയാർത്ഥികൾ പോകുന്നത് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ. ക്യാമറയിൽ വന്നിട്ടുണ്ടെന്തോ. ആ 3 പോകുന്നില്ല, അത് ബംഗാളിൽ നിന്ന് വന്ന അഭയാർത്ഥികളാ. അപ്പുറത്ത് ഇങ്ങോട്ട് കയറുന്നു, ഒരു മതിൽ കിടന്ന്. ഭയങ്കര വിശപ്പാണ് എനിക്കിപ്പോൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം കഴിക്കാനുള്ള ഭാഗം റെഡിയാകുകയാണ്. കാരണം ഇപ്പോൾ കുറച്ച് കഴിക്കണോണ്ട് അതുകൊണ്ട് ബോഡി കംപ്ലീറ്റ് ആക്റ്റീവ് ആകുകയാണ്. വിശപ്പ് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ ബോഡി കറക്റ്റ് ആവും. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് കുറച്ചുകൂടെ ബാക്കി ഫുള്ള് തീർക്കും. ആ ഭക്ഷണം കുറച്ചുകൂടെ ബാക്കി വെക്കാനാക്കണം. അല്ല, കുറച്ച് ഉണ്ടാക്കിയാൽ മതി തന്നെ. അപ്പോൾ ഒരാളുടെ തലയിൽ മാത്രം കുറേ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ എല്ലാ ഭക്ഷണവും കഴിക്കണം. ഇത് ചില ആൾക്ക് ചോറ് മാത്രമേ. ഈ വയറുനിറയെ കഴിക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും കഴിക്കാനുള്ള സ്പേസ് അല്ല, വേറെ ഈ നട്ട്സ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും,
ഇതൊന്നും അവർക്ക് അതൊന്നും ഭക്ഷണമല്ല. ഭക്ഷണം അത് പറയുമ്പോ അതല്ലേ ചോറും കറിയും. ഇറച്ചി കഴിക്കണമെന്ന് കുറേ ഇറച്ചിയല്ലേ കഴിക്കണത്. ഇത് കുറച്ചൊരു ചെറിയ പീസ് ഇറച്ചി കഴിക്കും, എന്നുവെച്ചാൽ കുറച്ച് ചോറ് കഴിക്കും, അപ്പം എല്ലാം ഓക്കെ. ഇത് പച്ചക്കറി മാത്രം കഴിക്കാൻ, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഇറച്ചിയും മീനും അതും ഇതെല്ലാം കഴിക്കും, സെറ്റായി. അതെ, എല്ലാം കഴിക്കണം. ഇത് ഇറച്ചി മാത്രം കഴിക്കുമ്പോഴാണ് വയറിന് 1-2 ദിവസം സത്യത്തിൽ നമ്മൾ നാലുപേരും കൂടി പോയി ഒരു ഊണ് മേടിച്ച് കഴിഞ്ഞാൽ 4 പേർക്കും കഴിക്കാം. കെന്നിനെ മാത്രം നോക്കിയാൽ മതി. ഇപ്പം സത്യത്തിൽ ഒരു നേരത്തെ ഊണ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഹോട്ടലിൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. രണ്ടാമത് ചോറിട്ട് തിന്നാണ്ടെന്നാ അതില്ല. ഒരു ഊണ് ഷെയർ ചെയ്ത് ബോർഡ് വെച്ചിട്ട് അങ്ങനെയുള്ള ഹോട്ടൽ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഊണ് ഷെയർ ചെയ്യാൻ പാടില്ല. പുണ്യ നദിയാണ്. അഭയാർത്ഥികൾ വരുന്നുണ്ട്, സൂക്ഷിക്കുക, പട്ടാളക്കാരെ ജാഗ്രത പാലിക്കുവാൻ. ബോർഡറിൽ കൂടി കെട്ടിയ മതിലിന്റെ മുകളിൽ കൂടി അഭ്യർത്ഥിക്കും. 3 ബുദ്ധഭിക്ഷുക്കളാണ്. ധർമ്മം, ശരണം. അപ്പോഴേ നമ്മളെന്തെങ്കിലും കൊടുക്കേണ്ടി വരും, മറ്റേത് കവർന്നെടുത്തോണ്ട് വരും. സംഘം, ശരണം. കാരണം അവിടെ തലയിലല്ല പിടിച്ചിരിക്കണേ. അവക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, തുള്ളി. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഓരോ ഫാമിലിയിൽ താമസിച്ച അടുത്ത ഫാമിലി ഞങ്ങൾക്ക് വീടുണ്ടാകില്ല. കുറേ ഫാമിലി ഒരു ഫാമിലി അടുത്ത ഫാമിലിയിലോട്ട്, അവിടെ നിന്ന് അടുത്ത ഫാമിലിയിലോട്ട്, അങ്ങനെ എല്ലാ ഫാമിലിയും യുണൈറ്റഡാണ്. ഫാലിമി മാറി ഫാമിലിയാവും എല്ലാവരും. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും താമസിക്കും, എല്ലാ മനുഷ്യരും ബോധത്തിലോട്ടാക്കിയുമ്പോൾ പിന്നെ ഞങ്ങൾ പോകേണ്ട കാര്യമില്ലല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇവിടെ വന്നിരുന്ന് മദ്യപിക്കുന്നുണ്ടല്ലേ? മദ്യപിച്ചിട്ട് കുപ്പി അങ്ങനെ തന്നെ വെച്ചിട്ട് പോവും. അല്ല, ഇനി നമ്മളത് പറയണേ, നിങ്ങൾ മദ്യപിച്ച് ഇവിടെ വന്നിരുന്ന് കുപ്പി അവിടെ അതുപോലെ വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് പെറുക്കിക്കൊണ്ട് പോയിക്കോളാം. ശേഷമാണല്ലോ ഇതെല്ലാം. കാരണം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചേമ്പിലെ കുപ്പിയാണ്, ഇതാണല്ലോ എന്നെ ചതിച്ചത്. അപ്പൊ പിന്നെ ഉണ്ടടാ, നിനക്ക് ബോധം ഉണ്ടല്ലേ? അല്ല എന്തോ തരാൻ പോകും, എന്തോ തരാൻ ബ്ലാക്ക്ബെറി എന്ത് ഹായിന്ന് അറിയില്ല. ഞങ്ങള് കഴിച്ചു നോക്കി, രസമുണ്ട്, രസാന്ന് അറിയില്ല. അതിന്റെ കുരു തിന്നുണ്ട് കേട്ടോ. ആക്ച്വലി ടൈപ്പ് ഓഫ് ജാമുൻ, ഞാവൽപ്പഴം പോലത്തെ സാധനം. ബെറിയാണ്, ബെറി വയല. ആ ബാമി എന്താണ് ഇത് ഭയങ്കര കളറാ. വിളിച്ചു ചോദിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചേ. നമുക്ക് എന്തെങ്കിലും വാങ്ങാന്നേ ഉണ്ടാക്കണ്ടേ? അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ നമുക്ക് അവിടെ പോയിട്ട് എന്താ ചായക്കടി മേടിക്കാം, പുട്ടുകട. വെറുതെ അവരെ വിളിക്കണ്ട. ജാമിനെക്കാട്ടും കളറല്ലേ ഇനി? ജാമിന് ഒരു പർപ്പിൾ കളറല്ലേ, ഇതൊരു വയലറ്റാ. ഭയങ്കര ചവർപ്പല്ലേ? ഇല്ല, ചാർപ്പില്ല. കുരു പിടിക്കരുത്. കുരു അടിച്ചില്ല, ഒരു കറ കേൾക്കുന്നില്ലേ നാവില്? നമ്മ എവിടെ ഉള്ളത് അറിയോ? ആ കുളത്തിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങ് നമ്മ ഒരു പ്രാവശ്യം നടന്നു വന്നില്ല. അങ്ങോട്ട് വരാൻ പറയും. ഇതാണോ കുളം? ഓർമ്മയുണ്ടോ? നമ്മ മുകളിൽ നടന്നു വന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ലാസ്റ്റ് ഒരു വെള്ളം
തിരിച്ചെത്തുമ്പോഴത്തേക്കന്നെ ഇത് ചെത്തുവായില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു കായൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ വിശക്കുന്നിട്ട് ഇവിടെ ഏതൊരു മരത്തുനിന്ന് എന്തോ കായ പറിച്ചിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചെത്തുന്ന ഉറപ്പൊന്നും ഇല്ല. ലൊക്കേഷൻ പറഞ്ഞാണ് ശവശരീരമെങ്കിലും എടുത്തോണ്ട്. ലൊക്കേഷൻ പറഞ്ഞാണെന്ന് കണ്ടില്ലെങ്കിൽ ഒരു വണ്ടിയുമായിട്ട് വരണമെന്ന് കുറച്ചെണ്ണത്തിന് ആവല്ലേ ഏത് കാണിച്ചാമി അങ്ങോട്ടേക്ക് മണിക്കൂർ ഇൻക്കെല്ലാം അതൊന്നും അറിയില്ല. കണ്ടില്ലേ നോക്കിയാ മതി. ഇവിടെ പറയണ്ടേ അത് കേട്ടോ. സിമിൻ ചോദിക്കുക എത്ര നേരത്തിന് അല്ലാറം വെക്കണമെന്ന്. എല്ലാ സമയത്തിന്റെ ആളാണ്. വേണ്ട മതി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉറച്ചുണ്ട്. അതാ മരം. സിമി നീർദോശയും കടലക്കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദോശ, നീർദോശ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോശ. അടിക്കാം. അത് ഓഫ് ചെയ്ത് ആമി അത് ഓഫ് ചെയ്ത്. ഭയങ്കര സന്തോഷമുള്ള നാവ് അവിടെ കാണിച്ച് ഒരു